Dear students, welcome back to my channel. Homework classന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഓഗസ്റ്റ് 26ന് വിക്ടേഴ്സിൽ നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മൂന്നാമത്തെ അധ്യായമായ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഈ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട്സും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കുറിപ്പുകൾ എഴുതാനായിട്ടുണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെയാണ് എഴുതേണ്ടതും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർഷകർക്കെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകരെ ഏതെല്ലാം രീതിയിലാണ് ബുദ്ധിമുട്ടിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോത്ര ജനതയ്ക്കെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഗോത്ര ജനതയെ എങ്ങനെയാണ് കമ്പനിയുടെ ഭരണം ബാധിച്ചതെന്ന്. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വനനിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. അപ്പോൾ ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? വനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി ജീവിച്ചു പോരുന്ന ആളുകളാണ് ഗോത്ര ജനത, ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഗോത്ര ജനതയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ എങ്ങനെയാണ് ബാധിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയുടെ വനസമ്പത്ത് കൂടെ കൊള്ളയടിക്കണമെന്നൊരു ലക്ഷ്യവും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ധാരാളം വനസമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ? അപ്പോൾ നമ്മുടെ വനസമ്പത്ത്, അതായത് നമ്മുടെ മരങ്ങൾ അതുപോലെ പല കാര്യങ്ങളും കൊള്ളയടിക്കണമെന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഓക്കെ, അപ്പോൾ അവരാദ്യം ചെയ്തത് വന നിയമങ്ങൾ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഈ നിയമങ്ങൾ വഴി എല്ലാ വനങ്ങളും കമ്പനിയുടെ പൂർണ്ണമായ അധീനതയിലായി. ഓക്കെ, അപ്പോൾ വനങ്ങളുടെ എല്ലാം അധികാരം കമ്പനിക്ക് ലഭിച്ചു. അതിനുവേണ്ടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള വനങ്ങളിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന വിഭാഗമായിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. കാരണം അവരുടെ വനവിഭവ ശേഖരണം, അതായത് വനത്തിൽ നിന്നുള്ള വിറകുകൾ അല്ലെങ്കിൽ തേൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശേഖരണം, അതുപോലെ അവർ വനത്തിനുള്ളിൽ തന്നെ ചില സ്ഥലങ്ങളൊക്കെ വെട്ടി ശരിയാക്കി കൃഷി ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ പരമ്പരാഗത കൃഷി രീതികൾ, ഇതിനെയെല്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ബാധിച്ചു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പിന്നെയോ ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. നിങ്ങൾക്കറിയാം, വനങ്ങളിൽ പലതരത്തിലുള്ള ധാതു നിക്ഷേപങ്ങളുണ്ടാവും അല്ലേ? അപ്പം ഇവർ ഇതെല്ലാം കുഴിച്ചെടുക്കാനായിട്ടും അല്ലെങ്കിൽ അത് അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടുമായിട്ട് അവർ റോഡ്, റെയിൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു ആ മേഖലകളിലേക്ക്. അങ്ങനെ പരമ്പരാഗതമായി ഇതിനെല്ലാം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ ഇന്ത്യയിൽ റെയിൽ സംവിധാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. എന്നാ കൊണ്ടുവന്നത്? 1853-ലാണ്. അന്ന് വൈകുന്നേരം ബോംബെയിൽ നിന്നും താനെയിലേക്കാണ് കേട്ടോ ആദ്യത്തെ ട്രെയിൻ ഓടിയത്. അതുപോലെ തന്നെ കേരളത്തിലെ ട്രെയിൻ സംവിധാനം നിലവിൽ വന്നത് 1861-ലാണ് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക്. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ റെയിൽവേ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്? നമ്മളെ വികസിപ്പിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണോ? അല്ല, നമ്മുടെ മുതൽ കൊള്ളയടിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ്. എഗെയിൻസ്റ്റ് ദ ട്രൈബൽസ് ആണ് ഗോത്ര വിഭാഗങ്ങൾ.
The intrusion of the company was not limited to the agricultural sector. കമ്പനിയുടെ കടന്നുകയറ്റം കാർഷിക മേഖലയെ മാത്രമായിരുന്നില്ല. They framed several laws to exploit the forest resources. വനവിഭവങ്ങൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ അവർ നിരവധി നിയമങ്ങൾ, several laws ഫ്രെയിം ചെയ്തു, ഉണ്ടാക്കി. These laws gave the company absolute control over the forest. ഈ നിയമങ്ങൾ കമ്പനിക്ക് വനത്തിൻ്റെ മേലെ മുഴുവൻ അധികാരവും നൽകി. This disturbed the collection of forest products and adversely affected the tribals' traditional farming. ഇതെന്ത് സംഭവിച്ചു? ഇത് ട്രഡീഷണൽ ഫാമിംഗ്, അവരുടെ പരമ്പരാഗത കൃഷി രീതികളെയും അതുപോലെ തന്നെ അവരുടെ വനവിഭവ ശേഖരണത്തെയും ബാധിച്ചു. അതാണ് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, അതാണ് വനവിഭവ ശേഖരണം. ട്രഡീഷണൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗത കൃഷി. The tribal habitat was rich in mineral deposits, and to exploit this, the British constructed roads and railways to these regions. ട്രൈബൽ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവിഭാഗക്കാരുടെ ആവാസ വ്യവസ്ഥയിൽ ധാരാളം മിനറൽ ഡിപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു, ധാതു ലവണങ്ങളുണ്ടായിരുന്നു. അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ദ ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ്, അവർ റോഡും റെയിൽവേയും എല്ലാം ഉണ്ടാക്കി. ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദ മിസറീസ് ഓഫ് ദ ട്രൈബൽസ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗോത്രവിഭാഗക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. അതുപോലെ ദ ബിഗിനിങ് ഓഫ് റെയിൽവേസ്. ദ ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. ദ ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ടു താനെ വാസ് ഫ്ലാഗ്ഡ് ഓഫ് അറ്റ് 3:35 PM on that day. The train had 14 coaches that carried 400 passengers. On March 8, 1861, the first train in Kerala ran from Tirur to Bepur. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ റെയിൽവേ ഇന്ത്യയിൽ നിലവിൽ വന്നത് April 16, 1853 എവിടെ നിന്നാണ്? ബോംബെയിൽ നിന്നും താനയിലേക്ക്. അതുപോലെ കേരളത്തിൽ വന്നത്, അത് നിങ്ങൾ ഓർത്തിരിക്കണം, 1861 ഫ്രം തിരൂർ ടു ബേപ്പൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോത്രവിഭാഗങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് ഗോത്രവർഗ്ഗക്കാരെ ബാധിച്ചതെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു? കമ്പനിയുടെ വന നിയമങ്ങൾ ഗോത്ര ജനതയുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചു? കുറിപ്പ് തയ്യാറാക്കുക. Write a short note on the forest laws imposed by the company adversely affect the tribal life. ഇപ്പം നമ്മൾ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്പനി നിയമങ്ങൾ ആവിഷ്കരിക്കുകയും അതുവഴി വനങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ അവരുടെ പരമ്പരാഗത കൃഷിരീതികളും വനവിഭവ ശേഖരണവും തടസ്സപ്പെട്ടു. ഇതുകൂടാതെ റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്പനി അവരുടെ ആവാസ മേഖലയിലെ ധാതു നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്തു. എന്താണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, വനനിയമങ്ങൾ ആവിഷ്കരിച്ചു, അതുവഴി വനങ്ങൾ തങ്ങളുടെ പൂർണ്ണ അധീനതയിലാക്കി കമ്പനി. അപ്പോൾ എന്ത് സംഭവിച്ചു? പരമ്പരാഗതമായിട്ട് വനങ്ങളെ ആശ്രയിച്ചിരുന്ന ഗോത്ര ജനതയെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അവരുടെ കൃഷിരീതികൾ, അവരുടെ വനവിഭവ ശേഖരണം ഇതെല്ലാം തടസ്സപ്പെട്ടു. ഇതുകൂടാതെ റോഡ്, റെയിൽ സൗകര്യങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് ബ്രിട്ടീഷുകാർ കൂടുതലായിട്ട് കൊണ്ടുവന്നു. അതുവഴി അതും ഈ ഗോത്ര ജനതയെ പ്രതികൂലമായി ബാധിക്കുകയും ഇതുവഴി അവരുടെ ധാതു നിക്ഷേപങ്ങളൊക്കെ ചൂഷണം ചെയ്യുകയും ചെയ്തു. Company framed several laws to exploit the forest resources, and these laws gives company absolute control over the forest. കമ്പനി ധാരാളം നിയമങ്ങൾ ഫ്രെയിം ചെയ്തു. അതുവഴി എന്താ സംഭവിച്ചത്? വനങ്ങളിലുള്ള പൂർണ്ണ അധികാരം കമ്പനിക്ക് ലഭിച്ചു. ദിസ് ഡിസ്റ്റർബ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്. ഇതുവഴി എന്ത് സംഭവിച്ചു? ട്രൈബൽസിൻ്റെ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷിരീതികളെ അതുപോലെ തന്നെ അവരുടെ വനവിഭവ ശേഖരണത്തെ എല്ലാം ഇത് തടസ്സപ്പെടുത്തി. ആൻഡ് ഓൾസോ ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ടു ദീസ് റീജിയൻസ് ടു എക്സ്പ്ലോയിറ്റ് ദ റിച്ച് മിനറൽസ് ഇൻ ദ ട്രൈബൽ ഹാബിറ്ററ്റ്. ഇത്തരത്തിലുള്ള വനമേഖലയിലെ അല്ലെങ്കിൽ ഈ ആവാസ മേഖലയിലെ ധാതു നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ റോഡും റെയിൽവേയും എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നെയ്ത്തുകാർക്കെതിരെ എന്തെല്ലാം നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അധിനിവേശം എങ്ങനെയാണ് നെയ്ത്തുകാരെ ബാധിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പനിയുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ?
എന്നാൽ ആ കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു. അതായത് നെയ്ത്തുകാരുടെ മേഖലയാണ് കൈത്തറി മേഖല. ഈ കൈത്തറി മേഖല ആ ഒരു സമയത്ത് തകർന്നു. എന്തുകൊണ്ടായിരിക്കും? ഇത്രയും പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്, പരുത്തി ഉണ്ടാവുന്നുണ്ട്, എന്നിട്ടും കൈത്തറി മേഖലയെ എന്തുകൊണ്ടാണ് ഇത് ബാധിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ കൈത്തറി മേഖലയിലെ അസംസ്കൃത വസ്തുവാണ് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ അല്ലേ. ഈ പ്രധാന അസംസ്കൃത വസ്തുവിനെ അല്ലെങ്കിൽ ഈ പരുത്തിയെ ബ്രിട്ടനിലേക്ക് ബ്രിട്ടീഷുകാർ കയറ്റി അയച്ചു. ഓക്കെ, അപ്പോൾ കൈത്തറി മേഖലയിലെ അല്ലെങ്കിൽ നെയ്ത്തുകാരുടെ പ്രധാന അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. പിന്നെയോ ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. മനസ്സിലായോ? അപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പരുത്തി അല്ലെങ്കിൽ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും അവിടുത്തെ ഫാക്ടറികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ധാരാളമായിട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുക കൂടി ചെയ്തു. മനസ്സിലായോ? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് നികുതി കൂടുതലായിട്ട് ചുമത്തി. ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൈത്തറി മേഖലയിലെ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാമല്ലേ, പരുത്തി ധാരാളമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൈത്തറി മേഖലയിൽ തൊഴിലുകൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. പരുത്തി ഉണ്ടെങ്കിലല്ലേ തുണികൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആദ്യം തടസ്സപ്പെടുത്തി. അതുകൂടാതെ ബ്രിട്ടനിൽ നിന്നും കൂടുതൽ തുണികൾ, അവിടെ നിർമ്മിക്കുന്ന തുണികൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഇതും പോരാതെ നമ്മുടെ തുണിത്തരങ്ങൾക്ക്, ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതിയും ചുമത്തി. ഇതെല്ലാം കൈത്തറി മേഖലയിലെ തൊഴിലാളികളെ അല്ലെങ്കിൽ നെയ്ത്തുകാരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അഗെയിൻസ്റ്റ് ദ വീവേഴ്സ്, യു നൗ നോ ദാറ്റ് കോട്ടൺ കൾട്ടിവേഷൻ ബിഗെയിം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ കമ്പനി റൂൾ, ഡോണ്ട് യു? അപ്പോൾ കോട്ടൺ അല്ലെങ്കിൽ പരുത്തിയുടെ കൾട്ടിവേഷൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഹൗവർ ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. എന്നിരുന്നാലും ഇന്ത്യയിലെ നെയ്ത്തുകാർ അല്ലെങ്കിൽ കൈത്തറി വ്യവസായം തകരുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? എക്സ്പോർട്ട് ചെയ്തു അല്ലേ. എന്താണ് എക്സ്പോർട്ട് ചെയ്തത്? എന്താണ് കയറ്റുമതി ചെയ്തത്? കോട്ടൺ. അതായത് നമ്മുടെ പ്രധാന അസംസ്കൃത വസ്തു, കൈത്തറി വിഭാഗത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവായിരുന്ന കോട്ടൺ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, കയറ്റുമതി ചെയ്തു. ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. പിന്നെ എന്താ ചെയ്തത്? ബ്രിട്ടീഷ് ഫാക്ടറീസിൽ മാനുഫാക്ചർ ചെയ്ത ചീപ്പർ ടെക്സ്റ്റൈൽസ്, വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക. അത് ധാരാളമായിട്ട് ഇറക്കുമതി ചെയ്തു. പിന്നെയോ എക്സസീവ് ടാക്സസ് വർ ലിവീഡ് ഓൺ ദ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾക്ക് അധികമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നികുതി ചുമത്തി. ഈ കാരണങ്ങളാണ് ദീസ് ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഈ കാരണങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ നെയ്ത്തുകാർക്ക് അവരെ തൊഴിൽ രഹിതരാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നെയ്ത്തുകാരെ ഇത് പ്രതികൂലമായി ബാധിച്ചത്, അല്ലെങ്കിൽ കൈത്തറി മേഖല എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തകർന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ പോയിന്റ്സ് നോക്കാം. എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത്? അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു, അതാണ് ഒന്നാമത്തെ കാരണം. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. Why handloom industry in India declined? The large scale export of cotton, the raw material of handloom industry to Britain, the large scale import of cheaper textiles manufactured in the British factories, and excessive taxes were levied on the clothes made in India. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നെയ്ത്തുകാർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാം? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോമൺ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വീവേഴ്സ് അണ്ടർ ദ കമ്പനി റൂള്. നമ്മളിപ്പോൾ ഇത്രയും കണ്ട കാര്യങ്ങളില്ലേ, അത് വെച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നെയ്ത്തുകാർ അനുഭവിച്ച ദുരിതങ്ങൾ? നെയ്ത്തുകാരുടെ അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും അവിടുത്തെ യന്ത്രനിർമ്മിതങ്ങളായ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇത് കൂടാതെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് വൻ നികുതി ഏർപ്പെടുത്തി. ഇതെല്ലാം കൊണ്ട് കൈത്തറി മേഖലയിലെ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പം the company exported cotton, the raw material of handloom industry, to Britain in large scale. കമ്പനി എന്ത് ചെയ്തു? സംസ്കൃത വസ്തുവായിരുന്നു, അതായത് പ്രധാന സംസ്കൃത വസ്തുവായ കോട്ടൺ
ധാരാളമായിട്ട് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഇമ്പോർട്ടഡ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചേർഡ് ഇൻ ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടീഷ് ഫാക്ടറീസിൽ നിർമ്മിക്കുന്ന ചീപ്പർ ടെക്സ്റ്റൈൽസ്, വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ദേ ഓൾസോ ഇമ്പോസ്ഡ് എക്സസീവ് ടാക്സസ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് അധിക നികുതി ചുമത്തി, അല്ലെങ്കിൽ കൂടുതൽ നികുതി ചുമത്തി. ദീസ് ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഈ കാരണങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ നെയ്ത്തുകാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം അടിച്ചമർത്തലുകളാണ് അല്ലേ? കർഷകർക്കെതിരെ, നെയ്ത്തുകാർക്കെതിരെ, അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങൾക്കെതിരെ എല്ലാം ബ്രിട്ടീഷുകാർ നടത്തിയ അടിച്ചമർത്തലുകളാണ് നമ്മൾ ഇത്രയും നേരവും ചർച്ച ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില കലാപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് നാൾ ഇതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കാൻ തുടങ്ങും അല്ലേ? തിരിച്ച് പ്രതികരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട ചില കലാപങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇല്ലേ? മനസ്സിലായില്ലേ? ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. അപ്പോൾ ജമീന്ദാർമാർ ആരാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? നികുതി പിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ, അവരാണ് ജമീന്ദാർമാർ. അപ്പോൾ ഈ ജമീന്ദാർമാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ കമ്പനിക്കെതിരെയും എന്ത് ചെയ്തു? ചെറിയ ചെറിയ കലാപങ്ങൾക്ക് തുടക്കമിട്ടു. കാരണം ഇവർക്കെല്ലാം തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് അവർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലേ? സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. സംഘടിത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകൾ ഒരുമിച്ചിട്ടുള്ള കലാപമൊന്നും ആയിരുന്നില്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ, ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ 2 കലാപങ്ങളാണ് നടന്നത്. കാർഷിക കലാപങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? സന്യാസി കലാപവും അതുപോലെ തന്നെ ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് മാപ്പിള കലാപങ്ങൾ? 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം അല്ലേ? അതിന് നേതൃത്വം കൊടുത്തത് മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ മാപ്പിള കലാപം എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ 2 കലാപങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന് മാപ്പിള കലാപം അല്ലേ, മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്തത് ബംഗാളിൽ ഇതുപോലെ തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ നമ്മൾ ഫറാസി കലാപങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ അപ്രൈസിങ്സ് എന്നാണ് പറയുന്നത് കലാപങ്ങൾ. You have identified the major occupational groups who lost their livelihood as a result of the company rule, haven't you? അപ്പോൾ നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടു എന്താണ്? ചില തൊഴിൽ മേഖലകൾ അല്ലേ, അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ദീസ് പീപ്പിൾ സ്റ്റാർട്ടഡ് റിബലിയൻസ് അഗെയിൻസ്റ്റ് ദ കമ്പനി ആൻഡ് ജമീന്ദാർസ് ദ മിഡിൽ മെൻ ഓഫ് ദ കമ്പനി. ഇത്തരം ഗ്രൂപ്പുകൾ ചില റിബലിയൻസ്, കലാപങ്ങൾ അല്ലെങ്കിൽ റിബലിയൻസ് തുടങ്ങി കമ്പനിക്കെതിരെയും അതുപോലെ സമീന്ദാർസിന് എതിരെയായിട്ടും. Though not well organized, the resistance against the company became common in different parts of the country. അത് വലിയ ഓർഗനൈസ് ആയിട്ടല്ല അല്ലെങ്കിൽ സംഘടിതമായിട്ടല്ല എങ്കിലും കമ്പനിക്കെതിരെ പല ഭാഗങ്ങളിലും ചെറിയ എതിർപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെസൻസ് റിവോൾട്ട്സ് സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ കമ്പനി റൂള്. പെസൻസ് റിവോൾട്ട്സ് എന്ന കർഷക കലാപങ്ങൾ കമ്പനിയുടെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഇൻ ദ സന്യാസി ആൻഡ് ഫക്കീർ റെബലിയൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ എൻഡ് ഓഫ് ദ 18th century. 18th centuryയിലെ 2 കലാപങ്ങൾ, 2 റിബലിയൻസ് ആണ്, സന്യാസി ആൻഡ് ഫക്കീർ റിബലിയൻസ്. ഇൻ 19th century സെവറൽ റിബലിയൻസ് ബ്രോക്ക് ഔട്ട് ഇൻ മലബാർ. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ ധാരാളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റ് വാസ് ലെഡ് ബൈ ദ മാപ്പിള ടെനൻസ് ആൻഡ് ആർ നോൺ ആസ് മാപ്പിള റെബലിയൻസ്. അതിന് നേതൃത്വം കൊടുത്തത് മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മാപ്പിള റെബലിയൻസ് എന്നാണ് പറയുന്നത്. സിമിലർ അപ്രൈസിങ്സ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ ആൻഡ് വെർ നോൺ ആസ് ഫറാസി റെബലിയൻസ്. ഇതുപോലെ സമാനമായ കലാപം ബംഗാളിലും ഉണ്ടായി. അതിനെ ഫറാസി റെബലിയൻസ് എന്നാണ് പറയുന്നത്. ബിസൈഡ്സ് ദ പെസൻസ് ദ ട്രൈബൽസ് ഓൾസോ റോസ് ഇൻ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ കമ്പനി. ഇതുകൂടാതെ ഗോത്ര വിഭാഗങ്ങളും കമ്പനിക്കെതിരായിട്ടുള്ള കലാപങ്ങൾ
ഗോത്ര വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ നടന്ന 2 കലാപങ്ങൾ, 19-ാം നൂറ്റാണ്ടിൽ നടന്ന 2 കലാപങ്ങൾ, ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഗോത്ര വിഭാഗങ്ങൾ, ഏതൊക്കെ ഗോത്ര വിഭാഗങ്ങളാണ് കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ: മറാത്തയിലെ ഫീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ഇത്രയും ഗോത്ര വിഭാഗങ്ങളായിരുന്നു കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടത്. The major tribal groups that organized rebellions are the Bhils in Maratha, the Kolis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmahal Hills and the Kurchias in വയനാട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗോത്ര വിഭാഗങ്ങളാണ് കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടത്. ഇനി നമ്മൾ ഒരു കലാപത്തെക്കുറിച്ചുകൂടെ പഠിക്കുന്നുണ്ട്, അതാണ് സാന്താൾ കലാപം. സാന്താൾ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. അപ്പോൾ സാന്താൾ എന്ന് പറയുന്നത് ഒരു ഗോത്ര ജനതയായിരുന്നു, ഒരു ആദിവാസി വിഭാഗമായിരുന്നു. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ ഈ സാന്താൾ ഗോത്ര വിഭാഗം നടത്തിയ കലാപം, അതാണ് സാന്താൾ കലാപം. എന്തിനെതിരെയായിരുന്നു? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെ അവർ നടത്തിയ കലാപമായിരുന്നു. ഇനി എവിടെയാണ് ഇവർ കലാപം സംഘടിപ്പിച്ചത്? രാജ്മഹൽ കുന്നുകളിൽ. അവിടെയല്ലേ അവർ താമസിച്ചിരുന്നത്. അപ്പോൾ രാജ്മഹൽ കുന്നുകളിലാണ് അവർ കലാപം സംഘടിപ്പിച്ചത്. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. അപ്പോൾ നിണമണിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിണം എന്ന് പറഞ്ഞാൽ രക്തമാണ്. അപ്പോൾ രക്തമണിയിച്ചു എന്ന് പറഞ്ഞാൽ 15,000-ത്തോളം ആളുകൾ, സാന്താൾ ജനത ആ കുന്നുകളിൽ അന്ന് മരിച്ചു വീണിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ആ കലാപത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സിദ്ധുവും കാൻഹുവും. ഇതാണ് സാന്താൾ കലാപം. ദ സാന്താൾ റിബലിയൻ. ദ സാന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് in the ബംഗാൾ പ്രൊവിൻസ്. ബംഗാൾ പ്രവിശ്യയിലെ ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ താമസക്കാരായിരുന്നു സാന്താൾ എന്ന് പറയുന്ന വിഭാഗം. രാജ്മഹൽ ഹിൽസിലാണ് അവർ താമസിച്ചിരുന്നത്. ദ സാന്താൾ റിബലിയൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. കമ്പനി ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും, മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരല്ലേ, കൊള്ളപ്പലിശക്കാർ, ഇവർക്കെതിരെയുമുള്ള ഒരു സമരം, അതായിരുന്നു സാന്താൾ റിബലിയൻ. ദ രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്താൾസ് ഇൻ ദിസ് റിബലിയൻ. രാജ്മഹൽ ഹിൽസ് അല്ലെങ്കിൽ രാജ്മഹൽ കുന്നുകൾ എന്തിനാണ് സാക്ഷ്യം വഹിച്ചത്? വിറ്റ്നസ്ഡ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു. ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്താൾസ്, 15,000-ത്തിലധികം ആളുകൾ അവിടെ മരിച്ചു വീണു. അതിന് രാജ്മഹൽ കുന്നുകൾ സാക്ഷ്യം വഹിച്ചു. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കാൻഹു. സിദ്ധുവിൻ്റെയും കാൻഹുവിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ സാന്താൾ കലാപം നടന്നത്. ഇതാണ് ഇനി അടുത്ത പ്രവർത്തനം. സാന്താൾ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച് സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു സാന്താൾ റെബലിയൻ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാമല്ലോ. നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു അല്ലേ? എന്തായിരിക്കും അതിനുള്ള കാരണം? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയ്ക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പം അതിൻ്റെ കാരണം ഇതായിരുന്നു, കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണം. അതിനെതിരെ സാന്താൾ ജനത നടത്തിയ കലാപം, അതാണ് സാന്താൾ കലാപം. The Santhal rebellion was the result of exploitation faced by the Santhals from the company officials and money lenders. The Rajmahal Hills witnessed the sacrifice of more than 15,000 Santhals in this rebellion. It was under the leadership of Sidhu and Kanhu. അപ്പം അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൊള്ളപ്പലിശക്കാർ അതുപോലെ കമ്പനി ഉദ്യോഗസ്ഥർ ഇവരുടെ ചൂഷണത്തിനെതിരെ സാന്താൾ ജനത നടത്തിയ ഒരു കലാപം, അതാണ് സാന്താൾ റിബലിയൻ. എവിടെയാണ് ചെയ്തത്? രാജ്മഹൽ ഹിൽസിലായിരുന്നു. 15,000 സാന്താൾസിന് ജീവൻ നഷ്ടപ്പെട്ടു. സിദ്ധുവും കാൻഹുവുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്.
കമ്പനി ഉദ്യോഗസ്ഥരാൽ കമ്പനിയുടെ അധിനിവേശത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിലവിൽ വന്നതോടെ ഭരണം അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ട കുറച്ച് നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ ഇന്ത്യയിൽ നടന്നിരുന്നത് എന്തായിരുന്നു? രാജഭരണമായിരുന്നു അല്ലേ. ചെറു രാജ്യങ്ങളായിട്ട് തിരിച്ചിട്ട് നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരുമൊക്കെയായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അവരുടെയൊക്കെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഔധിയിലെ രാജാ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുത്തു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പോൾ ഇവർക്കെല്ലാം ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തോടെ ഭരണം നഷ്ടപ്പെട്ടു. The kings and chieftains who lost their power were another group that led rebellions. Some of them are Raja Chet Singh of Awadh, Veerapandya Kattabomman of Tirunelveli, Maruthu Pandyan of Shivaganga, Palshi Raja of Malabar, Kittur Channamma of Karnataka, Veluthambi Dalava of Travancore and Paliyatachan of കൊച്ചി. ഇവർക്കെല്ലാം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇവരും ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിൽ പങ്കുചേരുകയും അല്ലെങ്കിൽ കലാപം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ കുറിപ്പുകളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പൂർത്തിയാക്കുക. അതുപോലെ തന്നെ നോട്ട്സ് എഴുതിയെടുക്കാത്തവരൊക്കെ നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.